ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഭക്ഷണവും മനുഷ്യരും എന്ന ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമാണ് പറയുന്നത്. ആദ്യമായി തന്നെ നമുക്ക് അന്നത്തെ പ്രധാന കാർഷികോപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യകാല കാർഷികോപകരണങ്ങൾ എന്ന് പറയുന്നത് കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു. പിന്നെ ആദിമ മനുഷ്യർ അന്നേക്കും വേണ്ട ആഹാരമാണ് ശേഖരിച്ചിരുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ? കൃഷിയുടെ ആരംഭത്തോടെ അധികം ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭിച്ചു. അപ്പോൾ അവർക്ക് ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവ സൂക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. മൺപാത്രങ്ങൾ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ എന്നിവയിലൊക്കെ ആയിരിക്കാം ഭക്ഷ്യവസ്തുക്കൾ അവർ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട്. മൺപാത്രങ്ങൾ ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനും ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അത് നിർമ്മിക്കാൻ ചക്രം കണ്ടുപിടിച്ചത് ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ഇനി അടുത്ത പ്രധാന പോയിന്റ് ധാന്യപ്പുരയാണ്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് ധാന്യപ്പുര. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇഷ്ടിക കൊണ്ടാണ് ധാന്യപ്പുര ഉണ്ടാക്കിയിരുന്നത്. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് പോലും ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം, കൃഷി, സംഭരണം എന്നിവയെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി അടുത്തത് ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആണ് കേട്ടോ. തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്ന സമ്പ്രദായത്തിന് പറയുന്ന പേരെന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ബാർട്ടർ സമ്പ്രദായം. നാണയ വ്യവസ്ഥ വരുന്നതിന് മുമ്പുള്ള സമ്പ്രദായമാണിത്. ഈ സമ്പ്രദായം കച്ചവടം, ചന്തകളുടെ രൂപീകരണം എന്നിവയിലേക്ക് നയിച്ചു. ചന്തകൾ പിന്നീട് കച്ചവട കേന്ദ്രങ്ങളായും പിന്നീട് അവ നഗരങ്ങളായും മാറി. അടുത്തതായി പറയുന്നത് ഒരു പ്രദേശത്ത് മാത്രമായി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒതുങ്ങി നിന്നിരുന്നില്ല എന്നതാണ്. ദേശങ്ങൾ കടന്നും അവ വ്യാപിച്ചു. പ്രധാനമായും ആരൊക്കെയായിട്ടാണ് കൈമാറ്റം നിലനിന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായിട്ടാണ്. ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം. കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പൂ, കറുവാപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളാണ് അവ. വിദേശികൾക്ക് ഏറ്റവും പ്രിയം കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകായിരുന്നു. അപ്പോൾ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് കുരുമുളകാണെന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ യവനപ്രിയ എന്നും കുരുമുളക് അറിയപ്പെടുന്നുണ്ട്. ഈ പേജിൻ്റെ സൈഡിലായിട്ട് ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു എന്നതാണ്. വാസ്കോഡ ഗാമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് നോക്കാം. ഈ ചാപ്റ്ററിൽ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അടുത്തതായി പറയുന്നത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് കച്ചവടത്തിൻ്റെ വ്യാപനമാണെന്നാണ്. നമ്മുടെ നാട്ടിൽ നിന്നും പല വസ്തുക്കളിലൂടെ ലാഭം നേടിയപ്പോൾ അവരുടെ അടുത്തു നിന്നും ചില കോൺട്രിബ്യൂഷൻസ് നമുക്കും കിട്ടിയിട്ടുണ്ട്. അതിൽ ചിലതാണ് പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ് എന്നിവ. പേരയ്ക്കയെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ജന്മദേശം മെക്സിക്കോ. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് പേരയ്ക്കയാണ്. ഇന്ത്യയിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, ബി, സി എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ഭക്ഷണവും അസമത്വവും. സാമൂഹിക അസമത്വം കാരണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഇതിനെതിരെ നടന്ന ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധമാണ് മിശ്രഭോജനം. പല വിഭാഗക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്. നമുക്ക് വിശദമായി നോക്കാം. മിശ്രഭോജനം നടന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1917 മെയ് 29. ആരാണ് നേതൃത്വം നൽകിയത്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം നടന്ന സ്ഥലം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചെറായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയായിട്ടാണ് ഈ സമരം നടത്തിയത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത്. ഇനി നോക്കാനുള്ളത് പട്ടിണിയുടെ നേർക്കാഴ്ചകളാണ്. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ് അതെല്ലാം. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ബംഗാളിലെ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ്
1943 ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. അപ്പോൾ ബംഗാൾ ഭക്ഷ്യക്ഷാമം 1943. ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. ഈ ക്ഷാമകാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്ന ചില കാര്യങ്ങളുണ്ടെന്ന്. അവ ഏതൊക്കെയായിരുന്നു? കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവയാണല്ലേ. എന്നാൽ അതിൻ്റെ കൂടെ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അസമത്വം എന്ന് വെച്ചാൽ എന്താണ്? സമത്വമില്ലായ്മയല്ലേ. അതായത് എല്ലാവർക്കും തുല്യമായിട്ടല്ലാതെ സമ്പത്ത് വിതരണം ചെയ്താൽ എന്ത് സംഭവിക്കും? ചിലർക്ക് കൂടുതൽ കിട്ടും, ചിലർക്ക് എന്ത് പറ്റും? കുറഞ്ഞു പോവും. അതായത് ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് എന്ത് ചെയ്യേണ്ടി വരും? പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുന്നു. എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുകയാണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും? ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള ഒരു പദ്ധതിയുടെ എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? അതാണ് കുടുംബശ്രീ മിഷൻ. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നതെന്നാണ് ഓൾറെഡി പറഞ്ഞു, 2013. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ജീവൻ നിലനിർത്താൻ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ഭക്ഷണം നമുക്ക് അത്യാവശ്യമാണെങ്കിൽ പോലും ചില അനാരോഗ്യകരമായ ഭക്ഷണശീലം മൂലം നമുക്ക് പല ജീവിതശൈലി രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2023 സവിശേഷത എന്താണെന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഏത് വർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? പുല്ല് വർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് കേട്ടോ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിത ശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണമെന്ന് ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറുധാന്യങ്ങളുടെ ചില ചിത്രങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. റാഗി, മണിച്ചോളം അല്ലെങ്കിൽ ജോവർ, ബാർലി, വരക്, ബജ്ര, തിന. അപ്പോൾ ഇതോടുകൂടി ഈ രണ്ടാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. താങ്ക്